വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു ബെസ്റ്റ് ഊടുകട പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വേറെ എങ്ങുമല്ല, തിരുവനന്തപുരം തിരുമല ജംഗ്ഷനടുത്തുള്ള ഒരു ഹോട്ടലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വരുന്നത്. ഹയാത്ത് റെസ്റ്റോറൻറ്റ്. നല്ല നാടൻ ഊണ് കിട്ടുന്ന ഒരിടം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഊടുകൾ കിട്ടുന്ന കടകൾ ഒരുപാട് അറിയാം. പക്ഷേ ഇതിനോടൊപ്പം നല്ല കോംപ്ലിമെൻ്ററി നല്ല ഒന്നാന്തരം അരിപ്പായസം കൊടുക്കുന്ന ഒരു വെറൈറ്റി സ്പോട്ടാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഒരു സ്പെഷ്യൽ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അതാണ് ഈ ഹോട്ടലിൻ്റെ ഒരു സ്പെഷ്യൽ പായസം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അരിപ്പായസം ഇവിടുത്തെ ഒരു അരിയും പഴമൊക്കെ ചേർത്തിട്ടുള്ള ഒരു സൂപ്പർ പായസം. ഇത് സൂപ്പർ പായസം, സൂപ്പറായിട്ടുണ്ട്. എന്നും ഞാൻ ഇവിടെ വരും. സെറ്റ് അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടോ? എന്താണ് ഇഷ്ടപ്പെടാനുള്ള കാരണം? നല്ല ഊണാണ്. പിന്നെ പായസമുണ്ട്, മീനുണ്ട്, വെച്ചത് കറി വെച്ചത്. ഇവിടുത്തെ ഊണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻ അരിപ്പായസം തന്നെയാണ്. ഈ പായസം കഴിക്കാൻ വേണ്ടി നിരവധി ആളുകളാണ് ഈ കടയിൽ വരുന്നത്. നമ്മളിന്ന് കഴിച്ചത് ഊണും അതിനോടൊപ്പം പായസവുമാണ്. വളരെ ടേസ്റ്റി ആയിരുന്നു. നിങ്ങൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ലൊക്കേഷൻ തിരുവനന്തപുരം തിരുമല ജംഗ്ഷൻ.
ഹയാത്ത് തട്ടുകട. ഹയാത്ത് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ്. നമുക്കിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 7:30 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള വിഭവങ്ങൾ എന്താ വരുന്നതെന്ന് വെച്ചാൽ പുട്ട്, പയറ്, പപ്പടം, ഉരുളക്കിഴങ്ങ് കറി, കടലക്കറി, എഗ് റോസ്റ്റ് ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ അപ്പമുണ്ട്, ഇടിയപ്പം, ചപ്പാത്തി ഇതൊക്കെയാണ് ഇവിടുത്തെ സെയിൽ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഊണെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 7 ഐറ്റം കറികളുണ്ട്. വിത്ത് പായസം കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇലയിലാണ് ഊണ് കൊടുക്കുന്നത്. പാഴ്സൽ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 70 രൂപയാണ് നമ്മൾ വാങ്ങുന്നത് ഊണിന്. മീനും കൂടി ചേർത്തിട്ടാണെങ്കിൽ 120 അതുപോലെ തന്നെ ഈവനിങ്ങിലെ ഫുഡ് എന്ന് പറയുമ്പോൾ പൊറോട്ട, ചിക്കൻ, അപ്പം, ഇടിയപ്പം, ദോശ, പുട്ട്, പയറ്, പപ്പടം, ചപ്പാത്തി, അങ്ങനെയുള്ള പിന്നെ ഉറട്ടി ചില സമയങ്ങളിലേ ഉണ്ടാകുള്ളൂ. ഉറട്ടി എല്ലാം നമ്മൾ ഹോംലി വീട്ടിൽ ആളെ ഇരുത്തി ചെയ്യുന്നതാണ്. മില്ലിൽ അരി പൊടിച്ച് വറുത്ത് മാവ് കിണ്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ആളെ ഇരുത്തി ചെയ്യുന്നതാണ്, ഒന്നും റെഡിമെയ്ഡ് അല്ല. അപ്പോൾ എല്ലാം ടേസ്റ്റി ആയിട്ടുള്ള ആഹാരങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മൺഡേ നമുക്ക് ഇവിടെ അവധിയാണ്. ട്യൂസ്ഡേ മുതൽ സൺഡേ വരെയാണ്. നമ്മൾ ആഴ്ചയിൽ 6 ദിവസമാണ് നമ്മളുടെ ബേസ് ദിവസങ്ങൾ വരുന്നത്. പിന്നെ 7:30 മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാത്രി 11:30 വരെ ഉണ്ടാവും. സൺഡേ വന്നിട്ട് ഊണില്ല. അതിന് പകരം നമ്മൾ മട്ടൻ ബിരിയാണിയാണ് സ്പെഷ്യലായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഇതാണ് 3 നമ്മൾ ചെയ്യുന്നത്. പിന്നെ സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ടത് സൂപ്പ് ഡെയിലി എല്ലാ ദിവസവും ഉണ്ടെന്നുള്ള ദിവസമാണ്. എല്ലാ ദിവസവും സൂപ്പ്, മട്ടൻ സൂപ്പ് മാത്രമേ ഉള്ളൂ. മട്ടൻ സൂപ്പ് മാത്രമാണ് കൊടുക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, ഇഡ്ഡലി കൊടുക്കുമ്പോൾ വീട്ടിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് ആ രീതിയിലാണ് നമ്മൾ ദോശയുടെ മാവ് അരച്ചെടുക്കുന്നത്. അങ്ങനെ തന്നെയാണ് അതിനകത്ത് ഇത്തിരി ഉലുവ ഒക്കെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ദോശയ്ക്ക്, മുട്ടയ്ക്കൊക്കെ മാവുണ്ടാക്കുന്നത്. അതായത് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ ടേസ്റ്റിയോടുകൂടിയാണ് ഹയാത്തിൽ. അപ്പോൾ നമ്മുടെ സ്ഥലമെന്ന് പറയുന്നത് ഇവിടെ തിരുമല ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുഷപ്പൂട് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഹയാത്ത് എന്ന് പറയുന്നത് വരുന്നത്. അപ്പോൾ ഇതുവഴി പാസ് ചെയ്യുന്നവരെല്ലാവരും ഞങ്ങളുമായിട്ട് സഹകരിക്കണം. നല്ല ടേസ്റ്റിയായ ഫുഡാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുമായിട്ട്